അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ശഅബാനിലെ 6-ാമത്തെ ദിവസത്തെ പരിശുദ്ധ വ്യാഴാഴ്ച ദിവസത്തിലാണ് നാമൊക്കെയുള്ളത്. ഇന്നത്തെ ദിവസം വർദ്ധിപ്പിക്കേണ്ട വളരെ മഹത്വമേറിയ ദിക്റുകളും സ്വലാത്തുകളുമാണ് ചെല്ലാൻ പോകുന്നത്. വലിയ നേട്ടമുള്ള ദിക്റുകളാണ്, വല്ലാത്ത മഹത്വം നിറഞ്ഞ ദിക്റാണ്. അല്ലാഹുവേ, ഈ ദിക്റുകളുടെ ബർക്കത്തുണ്ട്. ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്നുണ്ടോ അതിനൊക്കെ നീ പരിഹാരം നൽകണേ അല്ലാഹ്. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാഹ്. കടമുള്ളവർക്ക് കടം വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് സന്തോഷം സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. നമ്മൾ മജ്ലിസിലേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ മനസ്സിൽ നല്ല ഖേദം വേണം. നമ്മുടെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ, കുറവുകൾ അതൊക്കെ മാഞ്ഞി കിട്ടണം. ഇനിയുള്ള ജീവിതം നല്ല രീതിയിലുള്ള ജീവിതമാകണം, നല്ല അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാകണം. അങ്ങനെ മനസ്സിൽ നിയത്ത് വെച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളിലും ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു തരും, സന്തോഷത്തിൻ്റെ വാതിലുകൾ തുറന്നു തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചൊല്ലിക്കോ: അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇനി ചൊല്ലാൻ പോകുന്ന ദിക്ർ വല്ലാത്ത മഹത്വം നിറഞ്ഞ ദിക്റാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. ഈ ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ദായിമയായി ചൊല്ലി വന്നാൽ വലിയ കാവലാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 99 രോഗങ്ങൾക്ക് മരുന്നായി പഠിപ്പിച്ച ദിക്റാണ്. ഇത് ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാവില്ല, സാമ്പത്തികമായി നിരക്കപ്പെടേണ്ടി വരില്ല, ജീവിതത്തിൽ വലിയ കാവലാണ്, കടങ്ങൾ തീർന്നു കിട്ടാനുള്ള പരിഹാരമാണ്. ചൊല്ലിക്കോ: ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നമുക്ക് ഈ ദുനിയാവിൻ്റെ സുഖങ്ങളും ആനന്ദങ്ങളും ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് നാളെ ഖബറിൽ സുഖങ്ങളും ആനന്ദങ്ങളും ലഭിക്കണമല്ലോ. ഖബറിൻ്റെ പ്രയാസത്തിൽ നിന്ന്, ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലോ. ഈ ദുനിയാവിൻ്റെ എല്ലാ സുഖങ്ങൾ ആസ്വദിച്ചാലും നമുക്ക് നാളെ ഖബറിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയോ? നമുക്ക് നാളെ ഖബറിൽ ആ സുഖങ്ങൾ ആസ്വദിക്കണമെങ്കിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. പോരെ
പോരാ. നമ്മൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. ഇത് ചൊല്ലി വന്നാൽ ഈമാനോടുകൂടെ മരിക്കും. പോരാ, ഞങ്ങളെ ഖബറിൽ വലിയ കാവലാണ്, വലിയ പ്രയാസത്തിൽ നിന്ന്, ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന്, ഏകാന്തയിൽ നിന്ന് വലിയ രക്ഷയായി പഠിപ്പിച്ച ദിക്റാണ് ഇത്. പൊന്നാര മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. 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 നമ്മുടെ ഏതൊരു കാര്യമാവട്ടെ, എത്ര വലിയ പ്രതിസന്ധികൾ അകപ്പെട്ടാലും നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിലേക്ക് തവക്കുലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ മക്കളുടെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നമ്മുടെ കുടുംബക്കാർ എല്ലാവരും അല്ലാഹുവിലേക്ക് തവക്കുലാക്കണം. എൻ്റെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് സമർപ്പിക്കണം. അങ്ങനെയുള്ള മഹത്വമേറിയ ദിക്റുകൾ, മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ, അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. സ്വഹാബത്ത് യുദ്ധരണാങ്കണത്തിൽ വെച്ച് വലിയ കാവലായി ലഭിച്ചൊരു ദിക്റുണ്ട്, മന്ത്രമുണ്ട്. അവർ ചൊല്ലി വന്ന യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ, യുദ്ധരണാങ്കത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലി വന്നൊരു ദിക്റുണ്ട്. ഇത് കാവൽ മന്ത്രമാണ്. അല്ലാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്ന ദിക്റാണ്. ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. 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 യാ ഹയ്യു യാ ഖയ്യൂം. 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 ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين يا الله يا رحمن يا رحيم 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 يا رحمن يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم ഇനി നമുക്ക് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിലേക്കൊന്ന് രണ്ട് കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഇജാബത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ, നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. അതാ ഇനി ചൊല്ലുന്നത് സ്വലാത്താണ്. എത്രയോ പ്രയാസങ്ങളും പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് ഏറ്റവും വലിയ പരിഹാരം അതാ മുത്തുനബി തങ്ങളുടെ സ്വലാത്താണ്. അതിനേക്കാൾ വലിയ പരിഹാരം ഈ ലോകത്തില്ല. എത്ര വലിയ കടമുള്ളവരാണെങ്കിലും, എത്ര വലിയ ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിലും, പോരാ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ അതാ വീട്ടിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ഇങ്ങനെ വേദനകൾ സഹിക്കാൻ പറ്റാത്തവരുണ്ട്. ഏറ്റവും വലിയ പരിഹാരം, ഏറ്റവും വലിയ മരുന്നത് സ്വലാത്താണ്. ഈ സ്വലാത്തിനേക്കാൾ വലിയൊരു മരുന്ന്, വലിയ ഒരു പരിഹാരം വേറൊന്നും ഈ ലോകത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മളൊരു വെള്ളത്തിൽ മന്ത്രിച്ച് സ്വലാത്ത് ചൊല്ലി ഊതിയാൽ ആ രോഗങ്ങൾക്ക് ശമനമുണ്ട്, പ്രയാസങ്ങൾക്ക് കാവലുണ്ട്. എല്ലാ ശർറിനെയും തട്ടിക്കളയാൻ സ്വലാത്തിനാണ് പരിഹാരം. ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صلاة الفاتحة ചൊല്ലിക്കോ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. ഇനി നമുക്ക് സ്വലാത്തു തിബ് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാൻ വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الله ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ എന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു അല്ലാഹ്. ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ്. നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിച്ചു ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, ഈ ദിവസത്തിൻ്റെ ഈ രാവിൻ്റെയും ഈ മാസത്തിൻ്റെയും പവിത്രത കൊണ്ട് ഞങ്ങളുടെ ദുആന് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. വലിയ പരിഹാരം ഈ മജ്‌ലിസ് കാരണം അവർക്ക് വലിയ പരിഹാരം നൽകണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കടം വീട്ടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതിനുള്ള വഴികൾ തുറന്നു തരണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മലിക്കുൽ മുലൂക്കായ ജബ്ബാറായ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് വിഷമിക്കുന്നവരുണ്ട്. അജ്ജലായ ശിഫ നൽകണേ അല്ലാഹ്. അങ്ങനെയുള്ള മാരക രോഗങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു അല്ലാഹ്, പെട്ടെന്നുള്ള ദുരിതങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള പ്രയാസങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ രീതിയിലും നീ സംരക്ഷിക്കണേ അല്ലാഹ്. നിന്നിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അല്ലാഹ്. ഞങ്ങളെ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹു അല്ലാഹ്, എല്ലാവിധ ശർറിനെ തട്ടിക്കളയണേ അല്ലാഹ്. എല്ലാ കണ്ണേറുകളെയും തട്ടിക്കളയണേ അല്ലാഹ്. എല്ലാ ചതികളെയും എല്ലാ ഫിത്നകളെയും തട്ടിക്കളയണേ അല്ലാഹ്. എല്ലാ സിഹറിനെ തട്ടിക്കളയണേ അല്ലാഹ്. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടെ സ്വർഗത്തിലെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സ്വലീങ്ങൾ പെടുത്തണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് ഏറ്റിത്തരണേ അല്ലാഹ്.